ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനായി GSA എന്ന സംഘടനയ്ക്ക് വിട്ടുനൽകാനുള്ള നഗരസഭാ കൌൺസിലിന്റെ തീരുമാനത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. നഗരസഭയുടെ ഈ തീരുമാനം നിയമപ്രകാരം റദ്ദു ചെയ്യുന്നതിനായി വകുപ്പ് 57 പ്രകാരം സർക്കാരിലേക്ക് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ജോയിന്റ് ഡയറക്ടർ S. ശ്യാമളകുമാരി ഉത്തരവിട്ടു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച ഔദ്യോഗിക കത്തിലാണ് ജോയിന്റ് ഡയറക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ ടൗൺ ഹാളോ മറ്റ് നഗരസഭാവക സ്ഥലങ്ങളോ ഈ ദിവസങ്ങളിൽ ഫുട്ബോൾ പ്രദർശനത്തിനായി തുറന്നു നൽകരുതെന്നും ഉത്തരവിൽ കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഔദ്യോഗിക സംപ്രേഷണാവകാശം ഇല്ലാത്ത സാഹചര്യത്തിൽ ടൗൺ ഹാൾ പോലുള്ള പൊതുസ്ഥലത്ത് പ്രദർശനം നടത്തുന്നത് കോപ്പിറൈറ്റ് ആക്ട് 1957 ലംഘനമാകും. ഇത് നഗരസഭയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയും നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമാകും. ഫുട്ബോൾ ആവേശം ഉൾക്കൊണ്ട് വൻ ജനക്കൂട്ടം തടിച്ചുകൂടാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇത്തരമൊരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നതിനാവശ്യമായ പോലീസ് അനുമതിയോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉൾപ്പെടെയുള്ള മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളുടെ മുൻകൂർ അനുമതിയോ വാങ്ങിയിട്ടില്ല. സർക്കാരിലേക്ക് അയച്ച് ഇതിന്മേൽ അന്തിമ നടപടി സ്വീകരിക്കുന്നതിന് നിയമപ്രകാരം 15 ദിവസം സമയമെടുക്കുമെന്നിരിക്കെ നഗരസഭാ കൗൺസിലിന്റെ ഈ തീരുമാനം നഗരസഭയ്ക്ക് വൻ നഷ്ടമുണ്ടാക്കും. ഈ സാഹചര്യത്തിൽ ടൗൺ ഹാൾ വിട്ടു നൽകാതിരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ഇതിന്റെ പേരിൽ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനായി ആവശ്യമെങ്കിൽ പോലീസിന്റെ സേവനം തേടാനും നഗരസഭാ സെക്രട്ടറിയോട് ജോയിന്റ് ഡയറക്ടർ ആവശ്യപ്പെട്ടു. TCV ഗുരുവായൂർ.